കരുവാരക്കുണ്ട് റൂറൽ സഹകരണ സംഘത്തിൻ്റെ പ്രഥമ ബ്രാഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ജസീറ പുന്നക്കാട് ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഇബ്രാഹിം, അസിസ്റ്റന്റ് ഡയറക്ടർ AR ഓഫീസ് നിലമ്പൂരാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പരിരക്ഷയ്ക്ക് കരുവാരൂരിൽ 2 യൂണിറ്റ് പരിരക്ഷാ സംവിധാനങ്ങളാണുള്ളത്. നേരത്തെ ഒന്നായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം അത് 2 ആക്കി ഉയർത്തിയിട്ടുണ്ട്. ആ ഭരണസമിതിക്ക് ആവശ്യമായിട്ടുള്ള വീൽ ചെയറുകൾ നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിതരണം ചെയ്യുന്നത് നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി ഷബീർ അലിയാണ്. അദ്ദേഹത്തെ സാമൂഹ്യമായും സാമ്പത്തികമായും ഒക്കെ സൗകര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് പണ്ട് കാലങ്ങളിൽ കരുവാരക്കുണ്ടിൽ ഒരു സർവീസ് ആകുന്ന ബാങ്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ബാങ്കിങ് രംഗത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു, നാഷണലൈസ്ഡ് ബാങ്കുകൾ വന്നു. അതിനുശേഷം 2009 കരുവാരക്കുണ്ട് റൂറൽ സഹകരണ സംഘം സ്ഥാപിതമായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എം മുഹമ്മദ് മാസ്റ്റർ എന്ന കുഞ്ഞാമാഷി പ്രസിഡന്റായും മുഹമ്മദ് അലി താൽക്കാലിക സെക്രട്ടറിയായും പ്രവർത്തനം ആരംഭിച്ച റൂറൽ സഹകരണ സംഘം അന്ന് 757 അംഗങ്ങളും 1,79,300 രൂപയുടെ പ്രവർത്തന മൂലധനവുമായി ആരംഭിച്ച് 2015 ആധുനിക സൗകര്യത്തോടുകൂടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കിഴക്കേ തലയിലെ ബാങ്കിങ് സൗകര്യങ്ങൾ മാറുകയും അത് കൂടുതൽ സഹകാരികൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നേ ദിവസം കരുവാരക്കുണ്ടിലെ ആസ്ഥാനമായ കിഴക്കേ തലയിൽ നിന്ന് കിഴക്കേ തലയിലുള്ളതുപോലെ തന്നെ കരുവാരക്കുണ്ടിൻ്റെ മറ്റൊരു പ്രദേശമായിട്ടുള്ള വികസന പ്രദേശമായിട്ടുള്ള 2ാമത്തെ ടൗൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പുന്നക്കാട്ടിൽ ഇന്ന് അതിൻ്റെ ബ്രാഞ്ച്, അതിൻ്റെ ശാഖ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമത്തിനൊപ്പമാണ് ഓരോ സഹകരണ സ്ഥാപനവും നിലനിൽക്കുന്നത്. കരുവാരൂണ്ട് റൂറൽ സഹകരണ സംഘത്തിൻ്റെ ലക്ഷ്യവും മറിച്ചല്ല. സാധാരണക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങളെ പരിഗണിച്ച് സാമൂഹിക സാഹചര്യങ്ങളെ മനസ്സിലാക്കിയുമാണ് സംഘം പ്രവർത്തിക്കുന്നത്. പിന്നിട്ട നാൾവഴികളിൽ ഒട്ടേറെ മഹത് വ്യക്തികളുടെ കലവറയില്ലാത്ത പിന്തുണ കൊണ്ടാണ് സംഘം വലിയ നേട്ടങ്ങളിലേക്ക് നടന്നെടുത്തത്. സാധാരണക്കാരുടെ സാമ്പത്തിക സാമൂഹിക ആവശ്യങ്ങൾക്കൊപ്പം പാരിസ്ഥിതിക ജീവകാരുണ്യ മേഖലകളിൽ ഇടപെട്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച റൂറൽ സഹകരണ സംഘമായി മാറാൻ സാധിച്ചു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ കരുവാരക്കുണ്ട് പഞ്ചായത്ത് ആസ്ഥാനമായി 2009 രജിസ്റ്റർ ചെയ്ത സംഘം ശ്രീ എം മുഹമ്മദ് മാസ്റ്റർ പ്രസിഡന്റായും ശ്രീ പി മുഹമ്മദ് അലി ഓണററി സെക്രട്ടറിയായും പ്രവർത്തനം ആരംഭിച്ചു. തുടക്കത്തിൽ 750 അംഗങ്ങളും 1,79,300 രൂപയുടെ പ്രവർത്തന മൂലധനവുമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് കരുവാരക്കുണ്ടിൻ്റെ വികസന പാന്താവിലെ സുപ്രധാന നാഴികക്കല്ലായി സംഘം മാറി. 2015 എല്ലാ ആധുനിക സൗകര്യത്തോടും കൂടിയ നവീകരിച്ച ഓഫീസിലേക്ക് പ്രവർത്തനം മാറിയതോടുകൂടി ഈ നാടിൻ്റെ ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനം രേഖപ്പെടുത്താൻ സംഘത്തിനായി. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി കരുവാരൂണ്ടിലെ എല്ലാ മേഖലകളിലും മികച്ച സ്ഥാപനമായി മാറാൻ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2018 2023 മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കരസ്ഥമാക്കാൻ സംഘത്തിന് സാധിച്ചു. 2019 പ്രളയ കാലഘട്ടത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ കെയർ ഹോം പദ്ധതി പ്രകാരം കരുവാരൂണ്ട് പഞ്ചായത്തിലെ കണ്ണത്ത് ഒരു വീട് നിർമ്മിച്ചു നൽകാനും സംഘത്തിന് സാധിച്ചു. സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രളയം, കോവിഡ്,
വയനാട് ദുരന്തം തുടങ്ങിയ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ സംഭാവനകൾ നൽകാനും സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിക്കാനും സാധിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പലിശയില്ലാതെ വിദ്യാതരംഗിണി ലോൺ നൽകുകയും സംഘം വിവിധ ആവശ്യങ്ങൾക്കായി 25 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി വരുന്നു. ഉത്സവ കാലഘട്ടത്തിൽ ഓണം, റംസാൻ, ക്രിസ്മസ് വിപണികൾ നടത്തിയും വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കുക, ചികിത്സാ സഹായങ്ങൾ നൽകുക തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട്. സഹകരണ സംഘങ്ങളുടെ റിപ്പോർട്ടിൽ വായിച്ചതുപോലെ തന്നെ ഏതൊരു സഹകരണ സംഘം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ചെറിയ ചെറിയ സമ്പാദ്യങ്ങളിലൂടെ, അതായത് തൊഴിലാളികളുടെയും കർഷകരുടെയും വീട്ടമ്മമാരടക്കമുള്ള ചെറിയ ചെറിയ ആളുകളുടെ ചെറിയ സമ്പാദ്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഒരു വലിയ സമ്പാദ്യത്തിലേക്ക് ഇത് പോകുന്നത്. സഹകരണ സംഘങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതാത് പ്രദേശത്ത് നിന്നും വാങ്ങുന്നത് എന്താണോ അത് അതേ പ്രദേശത്ത് തന്നെ വായ്പയായി കൊടുത്തുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സഹായിക്കുക എന്നുള്ളത് കൂടി സഹകരണ സംഘങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം, പുന്നക്കാടിനെ സംബന്ധിച്ച്, കരുവാരക്കുണ്ട് പഞ്ചായത്തിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ബാങ്കിങ് സംവിധാനങ്ങളും സഹകരണ സംഘങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും ഉയർച്ചയിലേക്ക് അനുദിനം നടന്നു നീങ്ങുന്ന ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളോടെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് അവർക്ക് കൈത്താങ്ങാകുക എന്നുള്ളത് തന്നെയാണ് സഹകരണ സംഘങ്ങളുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ഈ ഇത്തരം സഹകരണ സംഘങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും വലിയ സന്തോഷത്തോടെ ഇന്നിവിടെ നമ്മുടെ ഈ പുന്നക്കാട് തന്നെ ഈ തരത്തിലുള്ളൊരു സംവിധാനം കൊണ്ടുവരാനും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന, കാരണം കോവിഡ് ഇവിടെ റിപ്പോർട്ടിൽ വായിച്ചതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്തായാലും പ്രളയത്തിൻ്റെ സമയത്തായാലും അതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും, അത് മാത്രമല്ല ഇപ്പോൾ ഇന്ന് തന്നെ ഇവിടെ ഈ ഉദ്ഘാടന വേളയിൽ തന്നെ നമുക്കറിയാം പാലിയേറ്റീവിൻ്റെ ഒരു കൈമാറ്റ ചടങ്ങുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിജയം നേടിയ നമ്മളുടെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ വ്യത്യസ്തമായി എല്ലാ രീതിയിലും ജനങ്ങളിൽ നിന്ന് കിട്ടുന്നതിനെ ജനങ്ങളിലേക്ക് തന്നെ കൊടുക്കാൻ കഴിയുക എന്നതും ഒരു വലിയ കാര്യമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഇത്തരം സംവിധാനങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഏത് സംവിധാനത്തെയും വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സഹകാരികളായിട്ടുള്ള നമ്മുടെ നാട്ടുകാർക്കാണ് എന്നതിൽ തർക്കമില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇവിടെ ഈ നിറഞ്ഞ സദസ്സിനെ തന്നെ നമുക്ക് കണ്ടാലറിയാം ഇത്രത്തോളം ഈ ഒരു സംവിധാനത്തെ ഇവിടുത്തെ നാട്ടുകാർ ഏറ്റെടുക്കുന്നു എന്നുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള നമ്മുടെ നാടിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും നന്നായി പരിഗണിക്കാവുന്ന രീതിയിലുള്ള ഒരു വളർച്ചയിലൂടെ ഇത്തരം സഹകരണ സംഘങ്ങൾ മുന്നോട്ട് പോകട്ടെ. റൂറൽ ബാങ്കിൻ്റെ ഈ ഒരു ബ്രാഞ്ചിന്, ഈ സഹകരണ സംഘത്തിൻ്റെ ഈ ഒരു ബ്രാഞ്ചിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.